1953 ഒരു വിമാനം അപ്രതീക്ഷിതമായി പൊട്ടിത്തെറിച്ചു. ആ അപകടത്തിന് ശേഷം ഒരു ഓസ്ട്രേലിയൻ ശാസ്ത്രജ്ഞനായ ഡോക്ടർ ഡേവിഡ് വാരൻ അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട ആശയം മുൻപോട്ട് വെച്ചു. വിമാന അപകടങ്ങൾക്ക് മുൻപ് പൈലറ്റ്സ് പറയുന്നത് എന്താണ് എന്ന് നമുക്ക് കേൾക്കാൻ സാധിച്ചാൽ എങ്ങനെയുണ്ടാവും എന്നതായിരുന്നു ആ ആശയം. ഇത് ആദ്യം ഗവൺമെന്റുകൾ നിരസിക്കുകയാണ് ഉണ്ടായത്. എങ്കിലും 1960 യുണൈറ്റഡ് കിങ്ഡവും യുണൈറ്റഡ് സ്റ്റേറ്റ്സും ഈ ആശയത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി. അതിനുശേഷം നടന്നത് ചരിത്രമായി മാറുകയും ചെയ്തു. അങ്ങനെയാണ് നമ്മൾ ഇന്ന് കേൾക്കുന്ന ഈ ബ്ലാക്ക് ബോക്സിന്റെ കണ്ടുപിടുത്തം. ഒരു വിമാനാപകടത്തിന് ശേഷം അതിനെപ്പറ്റിയുള്ള അന്വേഷണത്തിൽ നിർണായക പങ്ക് വഹിക്കുന്ന ഒരു ഘടകമാണ് ബ്ലാക്ക് ബോക്സ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ ബ്ലാക്ക് ബോക്സ് എന്നത് ഒന്നല്ല 2 ഡിവൈസുകൾ കൂടുന്നതാണ്. ഒന്നാമത്തേത് ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡർ അഥവാ FDR. ഇതാണ് വിമാനത്തിലെ ടെക്നിക്കൽ ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത്. വിമാനത്തിന്റെ സ്പീഡ്, ഓൾട്ടിറ്റ്യൂഡ് അഥവാ എത്ര ഉയരത്തിലാണ് വിമാനം, എൻജിൻ പെർഫോമൻസ് എന്നിവയെല്ലാം അതിൽ പെടും. രണ്ടാമത്തെ ഡിവൈസാണ് കോക്പിറ്റ് വോയിസ് റെക്കോർഡർ അഥവാ CVR. പേര് പോലെ തന്നെ ഇത് കോക്പിറ്റിൽ നടക്കുന്ന സംഭാഷണങ്ങൾ, അലാമുകൾ തുടങ്ങി എൻജിന്റെ ശബ്ദം വരെ റെക്കോർഡ് ചെയ്യും. ഈ ബ്ലാക്ക് ബോക്സ് ഇരിക്കുന്നത് വിമാനത്തിന്റെ ടെയിലിൽ ആണ്. കാരണം ഒരു ക്രാഷ് ഉണ്ടായാൽ ഏറ്റവും കൂടുതൽ സുരക്ഷിതമായി കണ്ടുവരുന്ന ഒരു പാർട്ട് വിമാനത്തിന്റെ ടെയിൽ ഭാഗമായതുകൊണ്ട് തന്നെ. ബ്ലാക്ക് ബോക്സ് എന്തുകൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്? ബ്ലാക്ക് ബോക്സിന്റെ ഡിസൈൻ ഒരു ടാങ്ക് പോലെയാണ്. ഒന്നുകിൽ ടൈറ്റാനിയം ഉപയോഗിച്ചോ അല്ലെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉപയോഗിച്ചോ ആണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിന് 1100 ഡിഗ്രി സെൽഷ്യസ് താപനില വരെ അതിജീവിക്കാൻ കഴിയും. കൂടാതെ 3400 ഗ്രാവിറ്റി ഫോഴ്സ് വരെ ഉണ്ടാകുന്ന ക്രാഷും അതിജീവിക്കാൻ ഇതിന് സാധിക്കും. മാത്രമല്ല 20,000 അടി ആഴത്തിൽ പോലുമുള്ള സമുദ്രത്തിനടിയിലെ മർദ്ദവും ചെറുക്കാൻ കഴിയുന്ന രീതിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിന് വെള്ളത്തിനടിയിൽ ലൊക്കേറ്റ് ചെയ്യുവാൻ കഴിയുന്ന രീതിയിൽ 90 ദിവസത്തേക്ക് സിഗ്നൽ നൽകാൻ സാധിക്കും. ഇത്രയും പ്രത്യേകതകളുള്ള ഈ സംവിധാനമാണ് ഡോക്ടർ ഡേവിഡ് വാരൻ എന്ന ഓസ്ട്രേലിയൻ ശാസ്ത്രജ്ഞൻ കണ്ടുപിടിച്ചത്. ബ്ലാക്ക് ബോക്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് നോക്കാം. ഇത് ഒരു വിമാനം പറക്കുമ്പോൾ തുടർച്ചയായി റെക്കോർഡ് ചെയ്തുകൊണ്ടേയിരിക്കും. ത്രോട്ടിൽ സെറ്റിംഗ്സ്, ഫ്ലാപ്പ് പൊസിഷൻസ്, ഫ്യൂവലിന്റെ ഉപയോഗം അങ്ങനെ തുടങ്ങി 80 മുതൽ 800 പരം ഫ്ലൈറ്റ് പാരാമീറ്റേഴ്സ് ആണ് FDR റെക്കോർഡ് ചെയ്യുന്നത്. CVR 2 മണിക്കൂറുകൾ വരെയുള്ള കോക്പിറ്റിലെ ഓഡിയോ റെക്കോർഡ് ചെയ്യും. എല്ലാ ഡേറ്റയും ശേഖരിക്കുന്നത് സോളിഡ് സ്റ്റേറ്റ് മെമ്മറി ചിപ്സിലാണ്. എന്തുകൊണ്ടാണ് ഇതിന് ഇത്ര ഇമ്പോർട്ടൻസ് എന്നറിയാമോ? ഒരു ക്രാഷ് നടന്നു കഴിയുമ്പോൾ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർക്ക് ഫ്ലൈറ്റിൽ അവസാന നിമിഷങ്ങളിൽ സംഭവിച്ചത് എന്തൊക്കെയെന്ന് മനസ്സിലാക്കാൻ ബ്ലാക്ക് ബോക്സ് വലിയ സഹായമാണ്. അങ്ങനെ അപകട കാരണം എന്തെങ്കിലും മെക്കാനിക്കൽ ഇഷ്യൂ ആണോ, ഹ്യൂമൻ എറർ ആണോ, അതുമല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആണോ എന്ന് കണ്ടുപിടിക്കുവാൻ സഹായിക്കും. 2009 എയർ ഫ്രാൻസ് 447 ദുരന്തം, 2019 എത്യോപ്യൻ എയർലൈൻസിന് സംഭവിച്ചത്, അങ്ങനെ ഒരുപാട് വലിയ ദുരന്തങ്ങളുടെ കാരണം കണ്ടുപിടിക്കാനും അവയിൽ നിന്ന് പഠിക്കാനും ബ്ലാക്ക് ബോക്സ് നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് ചില സമയങ്ങളിൽ പരാജയപ്പെടാനും സാധ്യതയുണ്ട്. എപ്പോഴാണ് ഒരു ബ്ലാക്ക് ബോക്സ് ഈ കാര്യത്തിൽ പരാജയപ്പെടുന്നത്? ഇതിന് വളരെ സാധ്യത കുറവാണെങ്കിലും ചില കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെ സംഭവിച്ചെന്നും വരാം. ഒന്നാമതായി ഈ ബ്ലാക്ക് ബോക്സ് കണ്ടുപിടിക്കാൻ സാധിക്കാതെ വരികയാണെങ്കിൽ. രണ്ടാമത്തെ കാരണം അതിൻ്റെ മെമ്മറി യൂണിറ്റിന് എന്തെങ്കിലും കേടുപാട് വരികയാണെങ്കിൽ എന്നതാണ്. മൂന്നാമതായി മറ്റൊരു കാരണം ഡേറ്റയിൽ കറപ്ഷൻ എന്തെങ്കിലും നടക്കുകയാണെങ്കിൽ. നാലാമതൊരു കാരണം സമുദ്രത്തിനടിയിലും ഇതിനെ ലൊക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന സിഗ്നൽ നൽകുമെന്ന് പറഞ്ഞല്ലോ, അതിന് സഹായിക്കുന്നത് അണ്ടർ വാട്ടർ ബീക്കണാണ്. അതിൻ്റെ ബാറ്ററി ചാർജ് അത് റിക്കവർ ചെയ്യുന്നതിന് മുൻപ് തീർന്നു പോവുകയാണെങ്കിലും ഇതിൻ്റെ ലക്ഷ്യം നിറവേറ്റാൻ സാധിക്കുകയില്ല. പിന്നെ വേറൊരു സർപ്രൈസ് എന്തെന്നാൽ കോക്പിറ്റ് വോയിസ് റെക്കോർഡ് ചെയ്യുമ്പോൾ ഓൾഡ് ഡാറ്റയുടെ മുകളിൽ വീണ്ടും റെക്കോർഡ് ചെയ്തേക്കാം. അതുകൊണ്ട് ചെറിയ ഇൻസിഡൻസ് ഒക്കെ നടന്നാലും അത് ചിലപ്പോൾ സേവ് ആയിക്കൊള്ളണമെന്നില്ല. ബ്ലാക്ക് ബോക്സ് എന്നാണ് പേരെങ്കിലും ഇതിൻ്റെ കളർ ബ്ലാക്ക് അല്ല. ഇതിൻ്റെ കളർ ബ്രൈറ്റ് ഓറഞ്ച് കളറാണ്. അതിന് റിഫ്ലക്റ്റീവ് സ്ട്രൈപ്സും ഉണ്ടാകും. പെട്ടെന്ന് കണ്ടുപിടിക്കാൻ എളുപ്പത്തിനാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ഒരു അപകടം നടന്നു കഴിയുമ്പോൾ ചെളിയിലോ മണ്ണിലോ എവിടെയെങ്കിലും കിടന്നാൽ പോലും നമുക്ക് അതിൻ്റെ കളർ കാരണം വേഗം കണ്ടുപിടിക്കണം. ചുരുക്കത്തിൽ സത്യം തുറക്കുന്നത് വരെ സത്യത്തെ ഒളിപ്പിച്ചു വെക്കുന്നത് കൊണ്ടാണ് ഇതിനെ ബ്ലാക്ക് ബോക്സ് എന്ന് പറയുന്നത്. ഈ ബ്ലാക്ക് ബോക്സ് ആർക്കാണ് ചെക്ക് ചെയ്യാൻ കഴിയുന്നത്? ഒരു ക്രാഷ് നടന്നു കഴിഞ്ഞാൽ ഇത് സുരക്ഷിതമായി സൂക്ഷിക്കും. ഒഫീഷ്യൽ ഇൻവെസ്റ്റിഗേറ്റേഴ്സിന് മാത്രമാണ് ഇത് പരിശോധിക്കാൻ സാധിക്കുകയുള്ളൂ. ക്രാഷ് നടന്നത് ഏത് രാജ്യത്താണോ ആ രാജ്യത്തിൻ്റെ നാഷണൽ ഏവിയേഷൻ ഇൻവെസ്റ്റിഗേഷൻ അതോറിറ്റിയാണ് പ്രധാന ഉത്തരവാദിത്വം. ഇന്ത്യയിൽ ഇത് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ അഥവാ DGCA ആണ്. ഇനി പല രാജ്യങ്ങൾ ഇതിൽ ഭാഗഭാക്കായിട്ടുണ്ടെങ്കിൽ, അതായത് ഒരു രാജ്യത്തിൻ്റെ എയർലൈൻ ക്രാഷ് നടക്കുന്നത് മറ്റൊരു രാജ്യത്ത്, അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇൻ്റർനാഷണൽ ബോഡീസ് ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യും. ഉദാഹരണമായി ICA അഥവാ ഇൻ്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ,
പിന്നെ ബോയിങ്ങോ എയർബസോ പോലെയുള്ള മാനുഫാക്ചറിംഗ് കമ്പനികളും ഈ അന്വേഷണത്തിൽ പങ്കുവഹിച്ചേക്കാം. പക്ഷേ അതൊരു ലീഡ് ഏജൻസിയുടെ നിയന്ത്രണത്തിന് കീഴിലായിരിക്കും. അതുപോലെ തന്നെ ഇതിലെ ഡേറ്റയെല്ലാം ഡൗൺലോഡ് ചെയ്യാനും ഡീകോഡ് ചെയ്യാനും ഓതറൈസ്ഡ് ആയിട്ടുള്ള ലാബുകളുണ്ട്. അവർക്ക് മാത്രമാണ് അത് ചെയ്യാൻ അനുവാദമുള്ളൂ. ആരാണ് ഇത് ചെക്ക് ചെയ്യാൻ അനുവാദമില്ലാത്തത്? എയർലൈനുകൾക്കും പൈലറ്റുകൾക്കും എയർപോർട്ടുകൾക്കും ഒന്നും ബ്ലാക്ക് ബോക്സ് ഡയറക്റ്റായി ആക്സസ് ചെയ്യാൻ കഴിയില്ല. മീഡിയയ്ക്കോ ഫാമിലിക്കോ പബ്ലിക്കിനോ ഒന്നും അതിലെ ഡേറ്റ കാണാനോ കേൾക്കാനോ അനുവദനീയമല്ല. എന്തിന് ഗവൺമെന്റിന് പോലും ഇന്റർനാഷണൽ ഏവിയേഷൻ പ്രോട്ടോക്കോളുകൾ പാലിക്കേണ്ടതായിട്ടുണ്ട്. ചില രാജ്യങ്ങൾ കോക്പിറ്റ് വോയിസ് റെക്കോർഡ് നിയമപരമായി തന്നെ സംരക്ഷിക്കുന്നു. ഇൻവെസ്റ്റിഗേറ്റേഴ്സ് ഓതറൈസ് ചെയ്യാതെ അതിലെ റെക്കോർഡിംഗ് സമൂഹത്തിന് വെളിപ്പെടുത്തത്തില്ല. ഇത് പൈലറ്റിന്റെ പ്രൈവസിയെ സംരക്ഷിക്കുകയും വളരെ സെൻസിറ്റീവായ സംഭാഷണങ്ങൾ ദുരുപയോഗം ചെയ്യുന്നത് തടയാനും സഹായിക്കുന്നു. അപ്പോൾ ബ്ലാക്ക് ബോക്സിനെ കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ പ്ലീസ്. അപ്പോൾ ഇനിയൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. ബൈ.